സുർജിത്ത് അയ്യപ്പ. സുർജിത്ത്, ഇത് വയനാട്ടിലെ ഏത് ചെറിയ മണ്ണിടിച്ചിൽ കാണുമ്പോഴും ഉള്ളിലൊരു ഒരു ചങ്കിടിപ്പുണ്ടാവും. അതിന് കാരണം സുർജിത്തിനും അറിയാം. ഈ ഈ മണ്ണിടിച്ചിലുണ്ടായത് എവിടെയാണ് സുർജിത്ത്? വയനാട്ടിലെ രാത്രി മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? രാത്രി മഴ ഉണ്ട്. രാത്രിയിൽ കനത്ത രീതിയിൽ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഹാഷ്മി. എന്തായാലും വയനാട്ടിലെ മഴ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആശങ്കയാണ്, ഉള്ളിലൊരു ആന്തലാണ് എപ്പോഴും ഇങ്ങനെ മഴ കനത്ത് പെയ്യുമ്പോൾ. ഇതിനിടയിലാണ് ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അത് ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് വൈത്തിരിയാണ്. വൈത്തിരി ചാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. അവിടെ ഒരു റിസോർട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ചെങ്കുത്തായ സ്ഥലമാണ്. അവിടെ സൈഡ് വാൾ കെട്ടിയിരുന്നു. ആ സൈഡ് വാളിനിടയിലേക്ക് മണ്ണ് നിറച്ചിരുന്നു. ആ നിറച്ച മണ്ണ് അത് തള്ളി, സൈഡ് വാൾ തള്ളി അത് നേരെ താഴേക്ക് പതിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് അപകടങ്ങളൊന്നുമില്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ച ആശങ്കയാണ്. ഇതിന്റെ മുൾഭാഗത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. താഴെ ഒരു ഹോം സ്റ്റേ മാത്രമാണുള്ളത്. 1-2 വീടുകൾ മാത്രം ആണ് ഉള്ളത്. പക്ഷേ മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരാണ് ഈ ആശങ്ക പങ്കുവച്ചതും അവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു നിജസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു സൈഡ് വാൾ കെട്ടലാണ് ഉണ്ടായിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ ആണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത്. എന്തായാലും ഒരു 50 മീറ്ററോളം അകലത്തിൽ ഇത് സൈഡ് വാൾ താഴേക്ക് തകർന്ന് വീണിരിക്കുകയാണ്. അത് മണ്ണ് പൂർണ്ണമായും താഴേക്ക് തള്ളി വന്നിരിക്കുകയാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. തവിഞ്ഞാൽ പ്രദേശത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. തവിഞ്ഞാൽ എന്ന് പറയുന്നത് ഈ തലപ്പുഴ മാനന്തവാടിയോട് പരിസര പ്രദേശത്തുള്ള പഞ്ചായത്താണ്. അവിടെ ഈ ഇപ്പോൾ നിലവിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എന്തായാലും മഴ തുടങ്ങുമ്പോഴുള്ള മണ്ണിടിച്ചിലാണ് അത്. ഇനിയൊരു മണ്ണിടിച്ചിൽ വാർത്ത അവിടെ നിന്നല്ല ഒരു ഭാഗത്തുനിന്നും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ.